ഫുള്ളി ടയർഡാട്ടോ. അങ്ങനെ സീ ലെവലിൽ നിന്ന് 2600 മീറ്റർ, അതായത് 8500 അടി മുകളിലായതുള്ള കേട്ടോ. ആ ചീങ്ങേരി ഹില്ല് ഞങ്ങൾ കീഴടക്കിയിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ ഫുൾ കോടയാട്ടോ. ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഞാനിപ്പോൾ ഉള്ളത് വയനാട് അമ്പലവയൽ ചീങ്ങേരി റോക്ക് അഡ്വഞ്ചറിലാണ്. അപ്പോൾ ഇവിടെ അതിമനോഹരമായ കാഴ്ചകൾ കാണാനുണ്ടെന്നാണ് പറയുന്നത്. ഈ മേളിലേക്ക് കാണുന്ന റോക്ക് കിട്ടും. ഈ റോക്കിൻ്റെ മേളിലേക്ക് കയറിയാൽ സൺസെറ്റ് സൺറൈസ് ഒക്കെ അടിപൊളിയായിട്ട് കാണാം. പിന്നെ അവിടെ നിന്നിട്ട് ബത്തേരി ടൗൺ, എന്താ പറയുക, വയനാട് ടൗണിൻ്റെ ഒക്കെ വിശാലമായ കാഴ്ചയും കാണാൻ പറ്റും. ഞാനും എൻ്റെ സുഹൃത്തും കൂടെ എവിടേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ പോയി ടിക്കറ്റ് എടുത്ത് നമുക്ക് മേളിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കിടന്നു. 50 രൂപയാണ് പ്രവേശന ഫീസ് ഇവിടേക്കുള്ളത്. ഇത് ഇവിടുന്ന് ട്രക്കിംഗ് ആരംഭിക്കുകയാണ്. അത്രയും മേളിലേക്ക് കയറണം. ആ വൈറ്റ് ഫ്ലാഗ് കാണുന്ന ഭാഗത്തൂടെ നടന്ന് മേളിലേക്ക് ചെല്ലാനാണ് പറഞ്ഞു. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയുടെ കാഴ്ചകൾ കാണാൻ പോലെ. ഇവിടെ വെള്ളം ഉണ്ട് കേട്ടോ, വഴുകുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, ഇവിടേക്കുള്ള കയറ്റം വീഡിയോയിൽ കാണുന്ന അത്ര ഈസി അല്ല. അത്യാവശ്യം കുത്തനെയുള്ള കയറ്റം തന്നെയാണ്. ക്യാമറ ഉയർത്തിപ്പിടിച്ച് ഷൂട്ട് ചെയ്തതുകൊണ്ടാണ് അത്യാവശ്യം ഈസി ആയിട്ട് നമുക്ക് തോന്നുന്നത്. അല്പം ഒന്ന് കയറിയുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, ആ സൈഡിൽ കാരാപ്പുഴ ഡാം, ഇവിടെ നെല്ലാറച്ചാൽ, അങ്ങോട്ട് കുറേ വാട്ടർ സോഴ്സ് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ചുറ്റും നോക്കിയാൽ അടിപൊളി കാഴ്ച കേട്ടോ. നമുക്ക് ഇനിയും മേളിലോട്ട് കയറാം കേട്ടോ. ഇവിടുത്തെ പാറയൊക്കെ കണ്ടോ, ഒരു പ്രത്യേക ഷേപ്പ് കേട്ടോ. വെള്ളം ഒലിച്ച് പോയിട്ടായിരിക്കും. ഇങ്ങനെ ചാലുകളൊക്കെ കുറേ കാണുന്നുണ്ട്. വലിയ പാറയിലും ചെറിയ പാറയിലും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത് അവിടെയും വേറൊരു ഷേപ്പിൽ കാണാം കേട്ടോ പാറ. ഇവിടുത്തെ പാറ നോക്കിക്കേ, ഒരു അടിപൊളി ഷേപ്പാണ്. എൻ്റെ മരുഭൂമിയിൽ മണൽ കിടക്കുന്ന പോലെ ഉണ്ട്. പ്രത്യേക ഷേപ്പാട്ടോ. എൻ്റെ മണൽ പോലെ തോന്നും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ. അടിപൊളി. പക്ഷെ എൻ്റെ മേളിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അവിടെ നിന്ന് വെള്ളം ഒലിച്ചു വരുന്നുണ്ട് മേളിൽ നിന്ന്. അപ്പോൾ കുറച്ചും കൂടെ മേളിലേക്ക് കയറാം. വാ. ഇവിടെ നിന്ന് നോക്കിയാലും നമ്മുടെ ലേക്കിൻ്റെ ഒക്കെ ഭംഗിയായിട്ടുള്ള കാഴ്ച കാണാം കേട്ടോ. ആ സൈഡിൽ നോക്കിയേ. പിന്നെ ഇവിടുത്തെ ചെറിയ ചെറിയ വിശ്രമ കേന്ദ്രങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സൈഡിലായിട്ട് പുല്ലുകൊണ്ടൊക്കെ മേഞ്ഞ് ഒക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെയൊക്കെ ഉണ്ടോ. അപ്പോൾ നമുക്കിനി മേളിലേക്ക് പോവാം. ഇവിടെ വൈറ്റ് ഫ്ലാഗ് കണ്ടോ. ഇതുപോലെ ഈ വൈറ്റ് ഫ്ലാഗ് വെച്ചിരിക്കുന്ന സ്ഥലത്തൂടെ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. മേളിൽ മൊത്തം ഫ്ലാഗ് കാണാൻ പറ്റും. ഒരു ഇവിടേക്ക് ഇങ്ങനെ വെള്ളം ഒലിച്ചിറങ്ങുന്നതിൻ്റെ പാടുകളുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഈച്ചമാനി പുല്ലെന്നാണ് പറഞ്ഞത്. എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞു കേട്ടോ. നമ്മൾ ചൂലില്ലേ, അകം അടിച്ച് വരുന്ന ചൂലില്ലേ, ഇത് ചതച്ചിട്ടാണ് ചൂലുണ്ടാക്കണമെന്നാണ് പുള്ളി പറഞ്ഞു കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ കുറേ നിൽപ്പുണ്ട്. അങ്ങോട്ടൊക്കെ കുറേ കാണുന്നുണ്ട്. ഇവിടത്തെയൊക്കെ പാറകൾ കണ്ടോ, ഇങ്ങനെ ലൈനായിട്ട് കാണാൻ പറ്റും. മേളിൽ നിന്ന് വെള്ളം വരുന്നതിൻ്റെ ആവും. ഇത് നമ്മുടെ കൂടെ വന്നവരങ്ങ് സന്നിധാനം എത്താറായി കേട്ടോ. നമ്മൾ മെല്ലെ പോകണോണ്ടാ. ഇവിടെ കുറേ വെള്ളം വരുന്നുണ്ടേ. ഈ പാറയിൽ കൂടെ വഴുതാതെ നോക്കണം. ഇത് സൂര്യഭഗവാൻ എത്തി. ഇതേ കണ്ട, സൺസെറ്റിൻ്റെ ടൈം ആവുന്നു. ഇത് നടന്ന് തളരുമ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെ സിറ്റിംഗ് സ്പേസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എവിടെ വേണോ ഇരിക്കാം, പക്ഷേ ഇതിന് വേണ്ടി സ്ഥലം ഇവിടെ വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച്. അതിൽ പറഞ്ഞേ, വയനാട്ടിൽ ഏറ്റവും നല്ല ട്രക്കിംഗ് ഇതാണെന്നാണ് കേട്ടോ. ഇതാ നമുക്ക് കയറി നോക്കിയിട്ട് തീരുമാനിക്കാം. വാ. ഇത് ചന്ദനമരം ആണെന്ന് എൻ്റെ സുഹൃത്ത് പറയുന്നു. ഇല്ലെങ്കിൽ ആളും തിരുത്തിയേക്കണം കേട്ടോ. ആണല്ലേ, ചന്ദനമാണ്. അടുത്ത് കാണിച്ചേ. ചന്ദനത്തിന് നേരത്തെ പൂക്കും ആണോ. ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചു വിട്ടോ. ഞങ്ങൾ വെള്ളം കൊണ്ടാണ് വന്നേ. ഞാൻ അത്യാവശ്യം അണച്ചു തുടങ്ങി കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ പിന്നെ കയറിട്ടുണ്ട് കേട്ടോ, പിടിച്ച് കയറാൻ പറ്റും. പോവാം. പാ. ഈശ്വര. ട്രക്കിങ് തീരാറിയാത്തൊരു മനുഷ്യനാണ്. കാപ്പാത്തുങ്കോ. നമ്മളൊരു ഹാഫ് വേ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇത് അങ്ങോട്ട് നോക്കിക്കേ, ശരിക്കും കോട ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് ആൾ നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് നമുക്ക് ചെല്ലണ്ട കേട്ടോ.
അപ്പോൾ നല്ല കോട വന്നിട്ടുണ്ട്, ശരിക്കും മേഘമുണ്ട്. അപ്പോൾ സൺസെറ്റ് വന്നിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നല്ലൊരു വ്യൂ ഉണ്ട്, കണ്ടു നോക്കിയേ. വിശാലമായ അടിപൊളി വ്യൂ. ഒന്നും ആയിട്ടില്ല കേട്ടോ, ഇനിയും കാണാനേ ഉള്ളൂ. കോട ഇല്ല എങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് കാഴ്ചകൾ കാണാം, അല്ലെങ്കിൽ ഉള്ളത് കണ്ട് മടങ്ങാം കേട്ടോ. മേളിലോട്ട് അത്യാവശ്യം തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇവിടെ ഒരു ഏറുമാടമൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്താരെയും കാണുന്നില്ല, പഴയതാന്ന് തോന്നുന്നുണ്ട്. എന്താ പൊന്നെങ്ങനും പൊട്ടിയാൽ വേണ്ട. അതിനകത്തൊരു കീയൊക്കെ ഇരുമ്പോൾ കീയും പിന്നെ കിടക്കാനുള്ളൊരു ഷീറ്റും ഉള്ളൂ. നോബഡി ഈസ് ദർ. ഇനി ഇതിൻ്റെ മേളിലേക്ക് കയറണമെങ്കിൽ മൊത്തം ഈ റോപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ശീലമില്ലാത്ത പരിപാടിയാണ്, എന്നാലും നോക്കാം. ഓക്കെ, വാ. ക്ഷീണിച്ചു കേട്ടോ കുറച്ചൊക്കെ. ഇതേ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ വരുന്നുണ്ട് താഴെ നോക്കിയല്ലേ. എന്നുവെച്ചേ ക്ഷീണിച്ചോളാം മോനെ. ഏയ് ചെറുതായിട്ടല്ലേ, ക്ഷീണമേ ഇല്ല, ക്ഷീണിച്ചു അവൻ. അണയ്ക്കുന്നുണ്ട് വല്ലാണ്ട്. ഈ മക്കൾ വരെ കാണിച്ചേ, ഹായ് പറഞ്ഞേ. വീഡിയോയിലേക്ക് വരേണ്ടതാ. അതേതാ ഇവിടെ നൈറ്റ് ട്രെക്കിംഗ് അലൗഡ് കേട്ടോ. ഇത് ലൈറ്റ് അവർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ലൈറ്റ് ഒന്ന് കാണിച്ചേ. ഇത് ഇത്തരം വേണ്ട, കാണിച്ചാൽ മതി. ഈ ലൈറ്റ്സ് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. പിന്നെ വേണമെന്നുള്ളവർക്ക് വാക്കിംഗ് സ്റ്റിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ലൈറ്റും സ്റ്റിക്കും ഒന്നും വാങ്ങിയിട്ടില്ല. ഒന്ന് കയറി എന്തായാലും നോക്കാം എന്താവുമെന്ന്. പിടിച്ചോ. ഇനി ഇവിടുന്ന് അടുത്ത ട്രിപ്പ് ആട്ടോ മേളിലോട്ട്. ഇതെങ്ങനെയാണ് മേളിലോട്ട് കയറുന്നത്? യെസ് യെസ്. എങ്ങനെ രസം പോയില്ലേ? എല്ലാവർക്കും കേറാൻ ആഗ്രഹങ്ങളുണ്ടല്ലോ. ഇപ്പൊ പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട്. ഫുള്ളി ടയർഡാട്ടോ. അങ്ങനെ സീ ലെവലിൽ നിന്ന് 2600 മീറ്റർ, അതായത് 8500 അടി മുകളിലായതുള്ള കേട്ടോ. ആ ചീങ്ങേരി ഹില്ല് ഞങ്ങൾ കീഴടക്കിയിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ ഫുൾ കോടയാട്ടോ. സൺസെറ്റ് ഒന്നും കാണാൻ പറ്റില്ല, അത് കാരണം ഫുൾ കോടയാ. ഞങ്ങൾക്ക് കുറച്ചുകൂടെ മേളിലോട്ട് പോയിട്ട് അവിടെ നല്ല വ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അതും കൂടെ കാണാം കേട്ടോ, കണ്ടിട്ട് മടങ്ങാം. വാ. അതേ കോട ചെറുതായിട്ടൊന്നും മാറി കേട്ടോ. ഇത് ഫാൻറ്റം റോക്കിൻ്റെ ഒക്കെ ഒരു വ്യൂ ഉണ്ടോ. കുറച്ച് സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അടുത്ത കോട വീണ്ടും വരുന്നുണ്ട്, അതിന് മുമ്പ് ജസ്റ്റ് കാണിക്കാം കേട്ടോ. യെസ്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ മേളിലോട്ട് പോയിട്ട് നോക്കാം. വാ. ക്ഷീണിച്ചാ വ്ളോഗറാണ്, ഒരു കുഞ്ഞു വ്ളോഗർ. വ്ളോഗറാണെന്ന് മോള് ചോദിക്കണം. അപ്പോൾ നമ്മൾ എൻഡ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് ഫ്ലാഗ് അവിടെ കാണുന്നുണ്ട്. അവിടെ കുറേ പേര് നിൽക്കുന്നുണ്ടോ. ഇപ്പോൾ തന്നെ സമയം 6:30 ആയി. നമ്മൾ സൺസെറ്റ് ഒന്നും കാണാൻ പറ്റില്ല, ഫുള്ള് ഫോഗ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ശരിക്കും ഇവിടേക്ക് വരാൻ വേറൊരു മാർഗ്ഗമുണ്ട്. KSRTC ഇവിടത്തേക്ക് സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ KSRTC സർവീസ് നിങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. ബത്തേരി KSRTC സ്റ്റാൻഡിൽ നിന്ന് ബസ് അവൈലബിൾ ആണ്. ഒരു പാക്കേജായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ ഇതും നെല്ലാറ ചാലും പിന്നെ സ്നാക്സൊക്കെ ചേർത്ത് ഒരു പാക്കേജായിട്ട് ചെയ്യുന്നവർ. 500 രൂപീസ് അങ്ങോട്ട് ചാർജ് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വരുന്നവർക്ക് കേട്ടോ. ബത്തേരി KSRTC സ്റ്റാൻഡിൽ അന്വേഷിച്ച് നോക്കിയത് അതിനെക്കുറിച്ച്. ഞങ്ങളിപ്പോൾ ബൈക്കിനാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകളൊന്നും കാണാം കേട്ടോ.
അപ്പോൾ നമ്മളിപ്പോൾ ചീങ്ങേരി ഹിൽസിന്റെ ഏറ്റവും മേളിലത്തെ പോയിന്റിലുള്ള കേട്ടോ. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 3460 അടി മേളിലാണ്, സീ ലെവലിൽ നിന്ന് 8500 അടി മേളിലാണ്, 2600ഓളം മീറ്റർ മേളിലാണ്. അതിമനോഹരമായ കാഴ്ച, ശരിക്കുള്ള വ്യൂ ഇവിടുന്ന് ഭംഗിയായിട്ട് കാണാൻ പറ്റും നോക്കി കഴിഞ്ഞാൽ. ഇപ്പോൾ കോടയൊക്കെ മാറി, ഇതേ ലൈറ്റൊക്കെ വന്നു, നല്ല തെളിച്ചുണ്ട്. നൈറ്റ് ട്രക്കിംഗ് ഉള്ളത് കാരണം കുറേ ആളുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം ഇവിടേക്ക് ഒന്ന് വരാൻ നോക്കുക. ട്രക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് പ്രത്യേകിച്ച് കിട്ടും. നല്ല അതിമനോഹരമായ ട്രക്കിംഗ് ആണ്, നല്ല തണുപ്പുണ്ട്, ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ വരാനുള്ള വഴി ഞാൻ നേരത്തെ പറഞ്ഞു. സുൽത്താൻ ബത്തേരി വന്നതിന് ശേഷം അവിടുന്ന് അമ്പലവയൽ വഴി ഇടത്താൻ എളുപ്പമാണ്. KSRTC സേവനമുണ്ട്, ഇവർക്ക് അങ്ങനെ വന്നവരാണ്. എന്തായാലും ഞങ്ങൾ ബൈക്കിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയും ഇവിടുത്തെ കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടമായിരുന്നതിനായിരുന്നു. ഇഷ്ടമായെങ്കിൽ സെയിം ടേസ്റ്റിൽ അങ്ങനെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം സജീസ്.